പ്രേക്ഷകരെ വലിയ സ്നേഹം. ഒരു ശേഷമാണ് ടീച്ചറും ഞാനും ഒരു സെഷനിൽ വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ നമ്മളത് വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഒരുപാട് കള്ളക്കേസുകൾ ഞങ്ങൾക്കെതിരെ വരുന്നു. അത് കൃത്യമായിട്ടും ചൊറിയേണ്ടിടത്ത് കൊണ്ടു അവിടെ കൃത്യമായി. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന ഒന്ന് ജാമിതിയ ടീച്ചറാണ്, ഒരു സംഗീത ടീച്ചറിനൊക്കെ വിളിക്കാം, എന്തായാലും ജാമ്യ ടീച്ചറാണ്. ഒരാൾ VK ബൈജു. രണ്ടും അതൊരു വൃത്തികെട്ട സാധനങ്ങളാണ്. ഇവരെ വായിന്ന് വരുന്ന വർത്താനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് ഭിന്നിപ്പിക്കേണ്ടത്, അമ്മാതിരി വർത്താനമാണ് ഈ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. VK ബൈജു കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഏതോ ഒരു സംഘപ്രവർത്തകന് വേണ്ടിയിട്ട്, ഏതോ ഒരു സംഘപ്രവർത്തകനെ ഏതൊക്കെയോ ഒരു സുഡാപ്പികള് കള്ളക്കേസിൽ, കുറെ കള്ളക്കേസ്, 1, 2 ഒന്നല്ല കേട്ടോ, കുറെ കള്ളക്കേസിൽ കുടിക്കുന്നതുകൊണ്ട് ആ ഒരു ഏതൊരു സംഘപ്രവർത്തകന് വേണ്ടിയിട്ട് പിരിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. 5ന്റെ പൈസ ഇതുവരെ നേരമ്പിൽ കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നത്. എന്തായാലും വീണ്ടും ഇയാൾ അപേക്ഷിച്ച് വരികയാണ്. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ അപേക്ഷിക്കുന്ന സംഘപ്രവർത്തകന്റെ പേര് ഓരോ വിവരങ്ങളൊന്നുമില്ല, അതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്നത്ര പറയുന്നത്. എന്തായാലും കേട്ടോക്കാം. ചൊറി വന്നത് കൊണ്ട് തന്നെ ഒട്ടേറെ കള്ളക്കേസുകൾ വരുമ്പോൾ നമ്മൾക്കത് ഒരു വ്യക്തികൾക്കോ അല്ല 2 വ്യക്തികൾക്കൊക്കെ അത് ഫേസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല സമയത്തും നമ്മൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാന്യ പ്രേക്ഷകരോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വലിയ വിഷയം ഷെയർ ചെയ്യാതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട PFI ഭീകരന്മാരും SDPI ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു. ആ കള്ളക്കേസിൽ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ, ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏക അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ, ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകളെ കാണുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുമൊക്കെ മുന്നോട്ട് വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വ്യക്തി ആരെന്നും എന്താണ് കേസെന്നും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറകെ വരുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ വേറെയുണ്ട്. മനസ്സിലല്ലേ? ഇയാൾ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് തണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്, ഏതൊരു സംഘപ്രവർത്തകനാണ്. അയാള് കേസ് നടത്താൻ ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഒരു സംഘപ്രവർത്തകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ RSSന്റെ ഒരു പ്രവർത്തകൻ നടത്താം. ഒരു സംഘപ്രവർത്തകനെതിരെ ഒരുപാട് സുഡാപ്പികൾ കേസ് കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ശരി, കേസൊക്കെ നടന്നു, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയില്ല, കേസൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘപ്രവർത്തകനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ആ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാ ഉത്തരവാദിത്വവും ആ ഒരു സംഘടനയ്ക്കില്ലെന്നേ. ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടുള്ളല്ലേ ഇത്തരം കള്ളക്കേസുകളൊക്കെ വന്നേ. അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോൾ ആ സംഘടനയ്ക്കല്ലേ ആ ഒരു പാവം സംഘപ്രവർത്തകനെ സംരക്ഷിക്കാനുള്ള എല്ലാ ചുമതലയും. എനിക്ക് തോന്നുന്നു ഈ VK ബൈജു അടക്കമുള്ള ഈ ജാമ്യ ടീച്ചർ അടക്കമുള്ള ആളുകള് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് വലിയ വ്യക്തത ഒന്നുമില്ല. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി എന്നെ പൈസ പിരിക്കുകയാണോ തോന്നിപ്പോകുന്നുണ്ട്. വേറെ ആർക്കും വേണ്ടിയില്ല, ഇവർക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കുക. കാരണം കൊടുത്തിരിക്കുന്ന ഈ നമ്പറുകളും ഈ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ VK ബൈജുന്റെ ആണെന്ന്. ആ ചെറുപ്പക്കാരനെ കൊടുക്കുക. ആ ചെറുപ്പക്കാരന്റെ പേരൊക്കെ വെളിപ്പെടുത്താൻ എന്തത്ര പ്രയാസമുള്ളത്. അല്ലെങ്കിൽ ഇനി അതൊക്കെ പോട്ടെ, ഇത് ഇങ്ങനെ ഒരു അപേക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നത് BJPക്കും അതുപോലെ തന്നെ ആ സംഘപ്രവർത്തകന്, ആ സംഘത്തിന് നാണക്കേടല്ലെന്നേ. അങ്ങനെ സംഘത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അപ്പോൾ സത്യത്തിൽ ഞാൻ ടീച്ചറോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് മുൻപേ ചിന്തിച്ചിരുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇത് നിയമാനുസൃതമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, അത്തരത്തിൽ കേസുകളായാലും വീടില്ലാത്തവർക്ക് വീടായാലും അത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ നാട്ടിൽ എന്ന് നമുക്കറിയാം. അതിന് മതേതരം എന്ന പേര് വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ്. അതിന്റെ വെട്ടം എന്ന പേരാണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള, ടീച്ചർ സജസ്റ്റ് ചെയ്ത പേരാണ്. അപ്പൊ ആ പേരിൽ തന്നെ നമ്മൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒരു സംഘ സഹോദരന്റെ അദ്ദേഹത്തെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മൾ ഈ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു നിയമസഹായ വേദി എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിൽ UPI ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് 2 നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഈ 2 നമ്പറുകൾ ഉപയോഗിക്കാം. പിന്നെ ഇനി ചിലർക്കൊക്കെ UPI ട്രാൻസാക്ഷൻ വിദേശത്തായാലും മറ്റുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അത്തരക്കാർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസോടെ ചുവടെ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഞാനായിട്ട് ഇത്തരം ആളുകൾക്ക് സഹായിക്കാൻ
ഒട്ടും താല്പര്യമില്ലാത്ത പ്രവർത്തനമാണ്. ഞാനൊക്കെ പറയുക നേരിട്ട് CID-മാർക്ക് എന്തിനാണ് ഇത്ര ആളുകളൊക്കെ പൈസ അയക്കുന്നത്? കണ്ണി കണ്ട എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിന്റെ ഒരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഇതിന്റെ പ്രാരംഭ നടപടികളെ നമ്മൾ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതൽ കുറച്ച് വിവരങ്ങൾ ടീച്ചർ കൂടി പറയുന്നുണ്ട്. ടീച്ചർ എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? അപ്പൊ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു, ഇവര് ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ പോവാണ്. നാട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കാൻ. ഇങ്ങനെ കേസും കൂട്ടായിട്ട് നടക്കുന്നതേ, ഈ കുരുത്തക്കേട് നടത്തിയിട്ട് രാഷ്ട്രീയ വൃത്തിയായിട്ട് നടത്തിയിട്ട് ഇങ്ങനെ കേസും കൂട്ടമായി നടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ കുടുംബക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, തിന്നാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവരിപ്പോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടി ഈ 2 കൂടി നടത്താൻ പോവുകയാണ്. വെട്ടം എന്നാണ് അതിന്റെ പേര്. കൊള്ളാം, നല്ല പേരാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങൾ രണ്ടുപേരെയും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുമിച്ച് കാണുന്നത്. ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായിട്ട് ദിവസം സാഹചര്യങ്ങളില് അതാത് ദിവസത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന വിഷയങ്ങളായിരുന്നു നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നത്. വിശിഷ്ട അതിഥികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ വിഷയം കൃത്യമായിട്ട് അതിന്റെ നിലപാടുകൾ, യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ചെകഞ്ഞെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കൂമ്പാരമായി. നമ്മളെ മാനസികമായി തകർക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി ബ്രേക്ക് ചെയ്യണം. കുടുംബപരമായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളെ വീക്കാക്കിയാൽ മാത്രമേ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. നേരിട്ട് ആശയപരമായി നമ്മളോട് മുട്ടിത്തൊളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പിണങ്ങിയാൽ നക്കിക്കൊല്ലാം, പിണങ്ങിയാൽ കുത്തിക്കൊല്ലാം എന്ന് പറയുന്നത് പോലെ പിണങ്ങി കുത്തിക്കൊന്നാൽ ചാകണമെന്ന് നിർബന്ധമില്ല. ഇണങ്ങി കുത്തിക്കൊന്നാൽ ചാകും ഉറപ്പായിട്ടും. ആ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ശത്രുക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലും യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ഒരു സഹായം, ഏതെങ്കിലും ഒരു കരം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സംഘടിതമായ രൂപം വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു കേസിൽ അകപ്പെടും. മനസ്സാ വാച പയ്യൻ അറിയാത്ത ഒരു കേസ്. ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ആ പയ്യന്റെ കൂലിപ്പണിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. അതിനെ ആശ്രയിച്ചിരിക്കും. ആ സാഹചര്യത്തിൽ കേസുകൾ വരുന്നു. ഒരിടത്തല്ല, പലയിടത്തും. ഇങ്ങനെ വക്കീലന്മാരുടെ ഫീസ്. ഏതോ ഒരു പയ്യൻ, വീണ്ടും ടീച്ചർ ആവർത്തിക്കുന്നു, VK പേജിന് ശേഷം ഏതോ ഒരു പയ്യൻ, ആ പയ്യനെതിരെ പലയിടത്തും, ഒരിടത്തല്ല കേട്ടോ, പലയിടത്തും കള്ളക്കേസുകളാണ് അത്ര. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പയ്യനെതിരെ അങ്ങനെ പലയിടത്തും കള്ളക്കേസുകൾ വരുന്നുണ്ടെങ്കിൽ അവൻ മഹാ ഉഡായിപ്പായിരിക്കും. ഒരു സ്ഥലത്തൊരു കള്ളക്കേസ് വരികയാണെങ്കിൽ അതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും, ഒരു പാവം പയ്യനാണ്, ഈ ചെങ്ങാതിക്ക് എതിരെ കള്ളക്കേസൊക്കെ വന്നിരിക്കും. പക്ഷെ നാട്ടുകാരൻ ഇറങ്ങും, അവനെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരൻ ഇറങ്ങും. അപ്പോൾ നാട്ടുകാർ ഇറങ്ങുന്നില്ല, ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുക. എനിക്കിത് രണ്ടാമത്തെ സംശയം, ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപനാണോ ഇതൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ പയ്യനെ കുറിച്ച് ഒരു വിവരമില്ലെന്ന്, ഒരു വിവരമില്ല. എന്താ കേസ് എന്ന് പോലും ഇവർ കൃത്യമായിട്ട് കള്ളക്കേസ് എന്ന് മാത്രം പറയുന്നു. ആ കേസിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഡീറ്റെയിലിംഗ് പറയണേ, അതില്ല. യാത്ര ഒരു ദിവസം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പയ്യനെ സഹായിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നത് പോലെ നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് ഇതിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു ഒത്തുതീർപ്പാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങള് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നമുക്ക് അതിനകത്ത് നാരാന്റെ പൈസ എടുത്ത് തിന്നേണ്ട കാര്യമില്ല. ഞങ്ങൾ അധ്വാനിച്ച് തിന്നുന്ന ആളുകളാണ്. നമുക്ക് തോന്നുന്ന ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഗംഭീര കഥയാണ് കേട്ടോ. അവിടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. മെഡിക്കൽ കോളേജ്. ഒരു രക്ഷയുമില്ല, പിന്മാറ്റം. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ ലൈവുകള്, നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആവും. അപ്പൊ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടിക്കുള്ളിക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കും. ഇതിനിടയ്ക്ക് എന്തിനാണ് ഒരു പോലീസുകാരനെ കഥ പറഞ്ഞതെന്ന് അറിയില്ല. ഏതൊരു പോലീസുകാരൻ, എന്റെ സുഹൃത്തുക്കളെ, ഇത് ഏത് പോലീസുകാരനാണെന്ന് അറിയില്ല, അവരുടെ പേരുണ്ടാവില്ല, വിവരമുള്ള ഒരു തേങ്ങ ഉണ്ടാവില്ല. ഇവരങ്ങോട്ട് പറയും, കേരളത്തിൽ കണ്ണൂരിൽ ഒരു പോലീസുകാരൻ, ആ പോലീസുകാരന്റെ മകൾ ഒരു കോഴിക്കടക്കാരനായിട്ട് ചെങ്ങാത്തത്തായി. സ്വാഭാവികമായിട്ട് ഈ കോഴിക്കട എന്നൊക്കെ പറയുമ്പോൾ തന്നെ പോത്തിന്റെ മാംസം വിൽക്കുന്ന കട,
എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതുബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാർ മിക്കവാറും മുസ്ലിങ്ങളായിരിക്കും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുന്ന തൊട്ടപ്പുറത്തെ ആൾ ഹിന്ദുവാണ്. അപ്പൊ ഒരു ഹിന്ദുവായിട്ട് ഒരു പോലീസുകാരനെ, ഹിന്ദുവായിട്ടൊരു മകള്, മുസ്ലിമായിട്ടൊരു കോഴിക്കടക്കാരന്റെ ഓണറിനെ പ്രണയിച്ചു. നല്ല കാര്യമില്ലെന്ന്, അത്യാവശ്യം നല്ല കച്ചവടമുള്ള ഒരു കടല്ലേ. അപ്പൊ അയാളെ പ്രണയിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കില്ല. എന്തായാലും ഇവരെന്തുകൊണ്ടായി കാത്തെത്തിക്കുന്ന അറിയില്ലെന്ന് കേട്ടോ. പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാറ്. ഒരു സംഘടിതമായ ഒരു രൂപമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് തോന്നി. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ സുഹൃത്തിനെയും സഹായിക്കാം, ഇതുപോലെയുള്ള നിരവധി ആളുകളെ സഹായിക്കാം. മുമ്പ് പാലോടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, എന്തായിരുന്നു ബൈജു ആളുടെ പേര്? കുടിയുന്ന അതെ, കരുനാഗപ്പള്ളിയുള്ള അനു എന്ന് പറയും. അയാൾക്ക് ഒരു രക്ഷയുമില്ല. നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ചെയ്തു. അയാൾ ഉദ്ദേശിക്കുന്ന അത്ര പൈസ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു. എന്തായാലും ഇവര് വളരെയധികം നന്മ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. കള്ളക്കേസിൽ കുടുങ്ങണമെങ്കിൽ അവൻ എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കേസുകളൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഉടായ്പില്. അല്ലാതെ വെറുതെ നടക്കുന്ന ഒരാൾ മനുഷ്യനെ പോകുന്നു, വളരെ മാന്യമായിട്ട് മനുഷ്യനാണ്, ഒരു പാവ സംഘപ്രവർത്തകൻ, നമുക്ക് അവനെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം. അങ്ങനെ ഉണ്ടാവില്ലെന്നേ. എന്തെങ്കിലും കുരുത്തക്കേട് നടത്താതെ ഒരു കേസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യം മനസ്സിലാക്കുന്നു. VK ബൈജു ഇപ്പൊ ജാമ്യത്താത്തെയും കൂട്ടി വന്നിട്ട് നന്നായിട്ട് അപേക്ഷിക്കണം. പൈസ കൊടുക്കണം. ഒന്നാമതായിട്ട് അവർക്കൊരു ട്രസ്റ്റ് രൂപീകരിക്കണം, ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ഇത്ര ആൾക്കാരൊക്കെ സഹായിക്കണം, കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് കൊടുക്കണം കേട്ടോ. പിന്നല്ല, നല്ല കാര്യങ്ങളാണ്. അടുത്ത ഫിറോസ് കുന്നംപറമ്പിലാണ്. ബൈ.